ഹായ് നമസ്കാരം. വളരെ ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ് ഇത് കേട്ടോ. ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് തൈര് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. തൈരില്ലാത്തത് കൊണ്ടാണ് ഞാൻ നാരങ്ങാനീര് ഒഴിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരിഞ്ഞു പോരുത് കേട്ടോ. ഒരു 2-3 സവാള കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഒരു 2 കപ്പ് അരിയാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വയ്ക്കാം. അരി കുതിർത്തെടുക്കണ്ട കേട്ടോ, പൊടിഞ്ഞു പോകും. അതിനുശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പു, കറുവാപ്പട്ട, ചതച്ച ഏലക്ക, സ്റ്റാർ അൻസ് ഇത്രയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, പച്ചമുളകിൻ്റെ, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത്തിരി ഉപ്പും ചേർത്ത് വരട്ടെ, അപ്പം നന്നായിട്ട് വഴണ്ടു വരും. ഇത് വളരെ ഫൈനായിട്ട് വഴണ്ടു വരണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കപ്പ് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. മല്ലിയിലയോ പുതിനയിലയോ രണ്ടും ചേർക്കാം, അല്ലെങ്കിൽ മല്ലിയില ചേർത്താലും മതി. അതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം വേവിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന ഓയിൽ ഇച്ചിരി ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് കൈകൊണ്ട് വാരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കൂടിയോ കുറഞ്ഞോ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 1 കപ്പ് അരിക്ക് ഒരു 1.25 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. ആ രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അതിനുശേഷം കുക്കറിൽ വിസിലിട്ട് ഒരു 2 വിസിലിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ വളരെ കറക്റ്റായിരിക്കും കേട്ടോ ഈ ബിരിയാണി അരിക്ക്. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടും. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള കുക്കർ ബിരിയാണി റെഡി. ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ?